സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ വാണീ ദോഷമശേഷമാശു കളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും പുണ്യമാർന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ 4-ാം ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളുമെല്ലാം ജഗദീശ്വരനും ജഗദീശ്വരിയും നമുക്ക് ആവോളം നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ഗുണകരവുമായി വരുന്ന എല്ലാ തലങ്ങളെയും സ്വീകരിക്കപ്പെടുവാൻ ജഗദീശ്വരി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് വളരെ വിശേഷമായിരിക്കുന്ന ഒരു സവിശേഷതയെ പറഞ്ഞ ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് ഒരു വിശേഷമായിരിക്കുന്ന ഒരു ഉപാസനാ സമ്പ്രദായത്തെ ദേവി ഭാഗവതം ഉപദേശിക്കുന്നു എന്നുള്ളതാണ്. ആ ദേവി ഭാഗവതം ഉപദേശിക്കുന്ന ഉപാസനാഭാഗം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യത്തെയാണ്. ഭഗവതി ആരാണ് എന്ന് ദേവി മഹാത്മ്യം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവതി ആരാണ് എന്ന് കൃത്യമായി പറയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗമാണ്. ഇത് പ്രധാനമായും പറയപ്പെടുന്നത് മാർക്കണ്ഡേയ പുരാണത്തിലാണ് ദേവി മഹാത്മ്യം പറയുന്നത്. ദേവി മഹാത്മ്യമൊക്കെ നിത്യവും ജപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിത്യ ഉപാസനയ്ക്ക് ഭഗവതിയെ നിത്യ ഉപാസനയ്ക്കായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ദേവി മഹാത്മ്യത്തിൻ്റെ ഉപാസന നമ്മളുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഒരു വലിയ പരിവർത്തനത്തിന് കാരണമാകുമെന്നാണ്. പക്ഷേ വളരെ ശ്രേഷ്ഠമായ വിധത്തിലുള്ളതായതുകൊണ്ട്, വളരെ വിശേഷമായതുകൊണ്ട് അവ ഉപയോഗിക്കുന്നതിനും ചില നിയന്ത്രണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ 74 മുതൽ 86 വരെയുള്ള അധ്യായങ്ങൾ, അങ്ങനെ ഏകദേശം 13ഓളം അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം എന്ന പേരിൽ വിശേഷമായിട്ട് നമ്മൾ ഉപാസനയ്ക്കായിട്ട് എടുക്കുന്നത്. ഒരു ദേവി ഉപാസകരായിരിക്കുന്നവർ പല വിധത്തിലുള്ള ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട്. അതിലെ ദേവി ഉപാസകരായിരിക്കുന്നവരിൽ സാമാന്യമായിട്ടുള്ള ഒരു ഉപാസനാ സമ്പ്രദായ ആണ് ദേവി മഹാത്മ്യത്തെ ദേവി മഹാത്മ്യ ഉപാസനയെ പറയപ്പെടുന്നത്. മറ്റൊരു വലിയ ദേവി ഉപാസനാ സമ്പ്രദായമുണ്ട്. അതിനെ പറയുന്നത് ശ്രീവിദ്യോപാസന എന്നാണ്. ശ്രീവിദ്യോപാസകരായിട്ടിരിക്കുന്നത് അതിലും വളരെ കാഠിന്യമുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരവസ്ഥയാണ്. ആ തലത്തിലേക്ക് എത്താൻ വലിയ പ്രയാസമാണ്. ആ തലത്തിലെത്തിയാൽ ഒന്നങ്ങനെ എത്താൻ യോഗം ഉണ്ടെങ്കിലേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നാണ്. അതായത് ശ്രീചക്രത്തിൽ അധിവസിക്കപ്പെടുന്നതായിരിക്കുന്ന ശ്രീവിദ്യ ഉപാസകരായി മാറപ്പെടണമെങ്കിൽ അതിന് വളരെയധികം ഭാഗ്യമുണ്ടാകും. അത് തന്നെയല്ല, അതിന് യോഗവും കൂടി ജാതക സംബന്ധമായിട്ടുണ്ടെങ്കിലേ നമുക്കത് പൂർത്തീകരിക്കപ്പെടാൻ പറ്റുള്ളൂ.
ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദേവീ മഹാത്മ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവയുടെ വ്യവസ്ഥകൾ അറിഞ്ഞ് കൃത്യമായ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് വേണം ദേവീ മഹാത്മ്യം തുടങ്ങാൻ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ദേവീ മഹാത്മ്യം ഒരു ബുക്ക് പോയി മേടിക്കും. ബുക്ക് മേടിച്ച് വെച്ചിട്ട് ഒരു ദിവസം രാവിലെ ഇരുന്നങ്ങ് തുടങ്ങുകയാണ്. അതല്ല ദേവീ മഹാത്മ്യത്തിൻ്റെ ഉപാസന എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു കൃത്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരിക്കും. നമ്മളുടെ എല്ലാം പ്രത്യേകത, നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുന്നതിനൊരു വ്യവസ്ഥ വേണം. അത് കൃത്യമായ രീതിയിൽ അത് ചെയ്യാൻ, അതിനെ ആ ഉപാസനാ സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ അതിനെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. അതെന്താണ് എന്ന് ഗുരുവാണ് നമുക്ക് ഉപദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഗുരു എന്ന് പറയുന്നത് ഒരു ആചാര്യനായിരിക്കുമെന്നാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചിതരോനീതി ശാസ്ത്രാന്താൻ ശിക്ഷാൻ സാധയതേ സുതി സ്വയം ആചരതി ശൈവ സ ആചാര്യ ഇത് സമ്പ്രദായം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കും. അതോടൊപ്പം തന്നെ തൻ്റെ അടുക്കലേക്ക് എത്തുന്ന ശിഷ്യനെ നന്നായി പഠിച്ചിട്ടുള്ള ആളോടായിരിക്കും. എപ്പോഴും ഒരു ഗുരുനാഥൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് തൻ്റെ അടുക്കൽ 10 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 10 പേരെയും പഠിച്ചിട്ടുണ്ടാവും ആ ഗുരുനാഥൻ. ഇല്ലെങ്കിൽ ആ ഗുരുനാഥൻ ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇന്നത്തെ അധ്യാപകർ കുട്ടികളെ പഠിക്കാറില്ല. പക്ഷേ കുട്ടികളെ പഠിക്കാറില്ലെങ്കിൽ പോലും ആ കുട്ടികൾ ഇപ്പോൾ നന്നായിട്ട് അധ്യാപകരെ പഠിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പഠിക്കുവാൻ ആരാണോ തൻ്റെ അടുക്കലേക്ക് എത്തുന്ന ശിഷ്യന്മാർ, ആ ശിഷ്യരെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് വേണ്ടുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ. ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ഒരു കുട്ടി മനസ്സിലാക്കുക, 2-3 വാക്കുകൾ പറഞ്ഞു കൊടുത്തെങ്കിലേ ആ കുട്ടിക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവർക്കും മനസ്സിലാകണം. എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ആ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിവും പ്രാപ്തിയും ഉള്ള ആളുടെ ആയിരിക്കണം. ശിക്ഷാൻ സാധയതേ സുതി സ്വയം ആചരതി ശൈവ. അത് മാത്രം പോരാ, സ്വന്തമായ രീതിയിൽ അവയൊക്കെ ആചരിക്കുന്ന ആളുകൂടിയായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം അങ്ങനെയൊന്നും അല്ലാത്ത ആളാണെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സ്വയം ഉപാസകരായി ഇരിക്കുകയും ആ ഉപാസനാ ഗുണത്തെ മറ്റുള്ളവരിലേക്കും പകരുകയും ചെയ്താൽ അത് ഗുണകരമായി വന്ന് ഭവിക്കും. ഇല്ലെങ്കിൽ കൊടുക്കുന്നത് നേരെ വിപരീത ഫലത്തിലേക്ക് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുവിൽ നിന്നും കൃത്യമായ വിധത്തിൽ നമ്മളത് സ്വീകരിക്കണം. എപ്പോഴും പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു കൃത്യമായ രീതികളുണ്ട്. നമുക്കെല്ലാം തുടങ്ങാൻ നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. നല്ലൊരു കാര്യമില്ല, അത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാമെന്നാണ്. നല്ലൊരു കാര്യം എപ്പോൾ വേണമെങ്കിലും തുടങ്ങാൻ പറ്റില്ല. നല്ല കാര്യമാകുമ്പോൾ തുടങ്ങേണ്ട സമയത്തേ നമ്മൾ തുടങ്ങും. ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ തുടങ്ങാൻ പാടില്ല. അത് ഇഷ്ടമുള്ള രീതിയിൽ തുടങ്ങിയാൽ അത് ചെന്നെത്തുന്നത് ഇഷ്ടമുള്ളിടത്തായിരിക്കും. യഥാർത്ഥമായ ഒരു ഫലത്തിലേക്ക് നമുക്ക് ചെന്നെത്തണമെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ കൃത്യമായ വിധത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് ചെന്നെത്താൻ. അതിനെ ആദ്യം നന്നായി ഒന്ന് പരിചയപ്പെടണം. ഒരു ഗുരുവിൻ്റെ അടുക്കൽ നിന്നും അനുഗ്രഹത്തോടു കൂടി ആ ഗുരു നമ്മളെ അതിനെ പരിചയപ്പെടുത്തി. അതെന്താണ് എന്ന്, അതെന്തിനാണ് എന്ന് പരിചയപ്പെടുത്തി, അതെങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി. എന്ത്, എന്തിന്, എങ്ങനെ എന്ന് പറഞ്ഞ് നന്നായി പരിചയപ്പെടുത്തി കഴിയുമ്പോഴാണ് നമുക്കതിനെ കൃത്യമായി പഠിക്കാൻ തോന്നുന്നത്. അപ്പോഴാണ് നമുക്കത് ബോധ്യമാകുന്നത് ഇത് സാധാരണയൊന്നല്ല, സാധാരണയായിരിക്കുന്നത് ഒന്നല്ല തൻ്റെ കയ്യിലിരിക്കുന്നത് എന്ന് ബോധ്യമാകുന്ന അങ്ങനെയാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? കർക്കിടകത്തിന് 2 ദിവസം മുമ്പ് എവിടുന്നെങ്കിലും ഒരു രാമായണം മേടിച്ച് വെച്ച് രാവിലെ മുതൽ ഇത് വായിച്ച് 1 മാസം കൊണ്ട് അത് വായിച്ച് തീർക്കാൻ പെടുന്ന പാട്
അവസാനം കർക്കിടകത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് രാപകല് ഓടി നടന്നിരുന്ന് അങ്ങ് വായിച്ചു തീർക്കുന്നു. അങ്ങനെയൊന്നും അല്ല രാമായണം വായിക്കും. കർക്കിടകത്തിലെ രാമായണം വായിക്കാവുന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർക്കിടകവും രാമായണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെയുള്ള ബന്ധം എന്താണ്? രാമൻ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചു എന്നുള്ളതല്ലാതെ യാതൊരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ കർക്കിടക മാസത്തിൽ അല്ല, കർക്കിടക മാസത്തിൽ മാത്രമല്ല, എപ്പോഴും ഇന്നും രാമായണം വായിക്കും. ഒരു കഥയെങ്കിലും നന്നായി വായിച്ചത് മനസ്സിലാക്കേണ്ടതാണ് രാമായണം. കാരണം രാമായണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. മറ്റെല്ലാ ഗ്രന്ഥത്തെക്കാട്ടിലും രാമായണം നിത്യജീവിതത്തിൽ, അത് എഴുത്തച്ഛൻ്റെ മാത്രമല്ല, വാൽമീകി രാമായണത്തിലേക്ക് ചിന്തിച്ചാൽ അത് കുറച്ചുകൂടി നമുക്ക് ബോധ്യമാകും. എഴുത്തച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് അത്രയും വലിയ വില കൊടുക്കാത്തത് നമ്മളാരും. പക്ഷേ വാൽമീകി രാമായണത്തിലേക്ക് പോകുമെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ബോധ്യമാകും. എഴുത്തച്ഛൻ കുറച്ചുകൂടെ മയപ്പെടുത്തി നമുക്ക് തന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് ആ ഉത്തമമായിരിക്കുന്ന ഈ ഗ്രന്ഥമെന്ന്, അല്ലെങ്കിൽ ആ വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ നന്നായി അറിഞ്ഞതിന് ശേഷമേ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങും. അല്ലാതെ ഒരു ദിവസം രാവിലെ നമുക്ക് ഇന്നങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയാൽ അത് ചെന്നെത്തുന്നത് ഒരിടം വരെ എത്തുകയുള്ളൂ. അതിനൊരു ഒരു പരിധിയുണ്ടല്ലോ, അവിടം വരെ അത് ചെന്നെത്തുകയുള്ളൂ. ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളെ എപ്പോഴും പരിചയപ്പെടുമ്പോൾ അതെന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണെന്നും നന്നായി മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മളത് ചെയ്യാൻ തുടങ്ങാവൂ. ഇല്ലെങ്കിൽ നമുക്കത് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുന്നത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് അതൊരു ദുരിതമായി വരും. കാരണം തുടങ്ങിക്കഴിഞ്ഞ കാര്യം അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കുന്നതും ഒരു ദുരിതമാണ്. ആ ദുരിതം എന്ന് പറയുന്നത് ഇത് നമ്മുടെ അടുക്കൽ ഇങ്ങനെ കിടക്കും. എപ്പോഴെങ്കിലും കണ്ടിട്ടില്ലേ, നമ്മൾ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെല്ലുമ്പോഴാണ് എന്ത് പിടിക്കുന്നത് നമ്മുടെ അടുക്കൽ നിന്ന്? കുടിശ്ശിക പിടിക്കുന്നില്ലേ? അതുവരെ നമ്മുടെ അടുക്കൽ കുടിശ്ശിക പിടിക്കുമോ? ചോദിക്കുമോ? ഇല്ല. നമ്മളൊരു അത്യാവശ്യത്തിന് അവിടെ ചെന്ന് അവിടുന്ന് ഒരു പേപ്പർ വേണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മളോട് സെക്രട്ടറി പറയും, ദാ ഒരു ചെറിയ കുടിശ്ശിക അവിടെ കിടപ്പുണ്ട്, ആ കുടിശ്ശിക അടച്ചു കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് തരാം എന്ന് പറഞ്ഞ പോലെ ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചോ ഇനിയിപ്പോൾ കുറച്ചു കാലം ഒന്നും ഇത് ചെയ്യുന്നില്ല, അതവിടെ കിടക്കട്ടെ, ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് അത് മാറ്റിവെക്കും, അതവിടെ കിടക്കും. അതൊരു ദുരിതമായി നമുക്കതവിടെ കിടക്കും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ബാധ്യതകൾ ഇങ്ങനെ കിടക്കും. അപ്പോഴാ പണ്ട് നമ്മൾ പറയത്തില്ലേ, പണ്ട് ഞാനൊരു അമ്പലത്തിലൊരു വഴിപാട് കൊടുക്കാമെന്നില്ല അന്ന് പറഞ്ഞതാ, പിന്നെ അങ്ങ് മറന്നുപോയിട്ട് അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളതോ ആയ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞ് നന്നായി അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞ് അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഗുണകരമായി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധ്യമാണ്. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. ആരെങ്കിലും ഒരാളൊരു കാര്യം ചെയ്യുന്ന കാണുമ്പോൾ നാരായണീയത്തിൻ്റെയൊക്കെ ഒരു സിസ്റ്റം അതാണ്. എന്താണ്? എല്ലാവരും ഒരേ നിറത്തിലുള്ള ഡ്രസ്സുമൊക്കെ ധരിച്ച് പോയി എവിടെയെങ്കിലും നാരായണീയം ജപിക്കുന്നത് കാണുമ്പോൾ എന്നാൽ നമുക്കും ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി കുറച്ച് ദിവസം കുറച്ച് നാൾ പഠിക്കും. കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ പഠിച്ചവരെല്ലാം പിന്നീട് അങ്ങ് സാറുമാരാവും. പിന്നെ അവരോരോ ഗ്രൂപ്പുകൾ തുടങ്ങും. ഇപ്പം എല്ലായിടവും നോക്കിയാൽ അറിയാം, നാരായണീയ ഗ്രൂപ്പുകളുടെ ബഹളമാണ്. അവരവരുടെ വീട്ടിലിരുന്ന് ഇതൊന്നും വായിക്കുന്നില്ല. എന്താണ് നാരായണീയം എന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. എവിടെയെങ്കിലും ഗ്രൂപ്പുകളോടുകൂടി പോകാനാണെങ്കിലേ ഇവരെല്ലാം ജപിക്കത്തുള്ളൂ. എല്ലാവരും പപ്പാതിയെ ജപിക്കത്തുള്ളൂ. എവിടെയെങ്കിലും കൃത്യമായിട്ട് അവരവരുടെ ക്ഷേത്രങ്ങളിൽ കൃത്യമായി ജപിക്കുവാൻ കഴിയുന്നതാണ്. 10 പേര് ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ട്
പഠിച്ചു കഴിയുമ്പോൾ അത് 2-5 പേര് വീതം പ്രത്യേകമായി കഴിഞ്ഞാൽ പിന്നെ ഈ പഠിച്ചതുകൊണ്ട് എന്ത് കാര്യമാണ്? ഭഗവാനോട് പറയും ഞങ്ങളെല്ലാം ഒന്നാണേ ഭഗവാനെ എന്ന് പറയും. എന്നിട്ട് ഇപ്പുറത്ത് മാറി ബഹളം. എന്തുകൊണ്ടാണ് അത്? പിന്നെ ഈ പഠിച്ചത് എന്തിനാണ്? വായിച്ചത് എന്തിനാണ്? പറയുന്നത് എന്തിനാണ്? അപ്പം സ്വയം ആചരതി ശൈവ, സ്വന്തമായത് ആചരിക്കുന്നവർ കൂടിയായിരിക്കണം. ഭഗവാനെ പറ്റി പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. അതാണ് പ്രത്യേകമായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് ദേവീ മഹാത്മ്യം എന്ന് പറയുന്ന കാര്യം. ആ ദേവീ മഹാത്മ്യത്തെ പറ്റി വളരെ പ്രധാനമായിട്ട് പറയുന്നത്, ആ ദേവീ മഹാത്മ്യം ഈ 13 അധ്യായമാണെന്ന് പറഞ്ഞു. മാർക്കണ്ഡേയ പുരാണത്തിൽ 74 മുതൽ 86 വരെ അധ്യായങ്ങളാണ് ദേവീ മഹാത്മ്യം എന്ന് പറയും. ഇന്ന് ദേവീ മഹാത്മ്യത്തിൻ്റെ കാര്യം പറയാൻ ദേവീ മഹാത്മ്യ ഭാഗം എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ പറയാൻ പറ്റിയൊരു കാര്യമാണ്. വെറുതെ കുറേ ശുംഭനിശുംഭ വധമൊക്കെ പറഞ്ഞിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന വധങ്ങളാണ്. കഴിഞ്ഞ കൊല്ലവും നമ്മൾ കൊന്നതാണ് അല്ലേ? ശുംഭനെ നിശുംഭനെ മഹിഷാസുരനെയൊക്കെ കഴിഞ്ഞ കൊല്ലവും കൊന്നതാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പുതിയ പുതിയ അറിവുകളാണ്. അറിവുകളിൽ നിന്നുണ്ടാകുന്ന ബോധങ്ങളാണ്. അറിവും ബോധവും ഉണ്ടാകേണ്ട തിരിച്ചറിവുകളാണ്. എന്നിട്ട് ആരെങ്കിലും ഇന്നലെ കയ്യുടെ കാര്യം അന്വേഷിച്ചായിരുന്നു? ഇന്നലെ വൈകിട്ട് ചോദിച്ച കയ്യുടെ കഥ നാളെ അറിയാം. 4 കൈകളുണ്ട്. എന്തൊക്കെയാ 4 കൈകൾ? നാല് കൈകളാണ്. ആ 4 കൈകൾ ഏതൊക്കെയാണ്? ഇത് വെറുതെ 4 കൈയാണെന്നൊന്നും പറയുന്നത്. ഏതാണ്ട് ആര് പറഞ്ഞു? എൻ്റെ ആള് പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് കൃത്യമായൊരു വ്യവസ്ഥ പറയണം. ശൂലമുണ്ട്, അമ്പും വില്ലും ഉണ്ട്, ശൂലമുണ്ട്. അപ്പം 4 കൈ തീർന്നല്ലോ. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എനിക്കറിയേണ്ടിയിട്ടല്ല, നിങ്ങൾക്കിതറിയേണ്ടിയിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നിങ്ങൾ അറിയേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അതവിട്ടിരിക്കട്ടെ. ഞാനിത് ഓർത്തപ്പം, ഭഗവതിയെ ഓർത്തപ്പം ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഭഗവതിയെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ 9 ദിവസം ഇവിടെ ഇരുന്ന് ഇത് പറഞ്ഞിട്ട് എന്താന്നേ കാര്യം? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ 13 അധ്യായങ്ങളായി പറയപ്പെടുന്ന ദേവീ മഹാത്മ്യം. പക്ഷേ ആചരണത്തിൽ, ഉപാസനയ്ക്ക് പറയുന്നത് അങ്ങനെയല്ല. അതിനൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു. ഈ 13 അധ്യായങ്ങളിലൂടെ ഏകദേശം 700 ശ്ലോകങ്ങളാണ്, അഥവാ 700 മന്ത്രങ്ങളാണുള്ളത്. ഏകദേശം 578ഓളം ശ്ലോകങ്ങളും 700ഓളം മന്ത്രങ്ങളും. അതുകൊണ്ട് 700ഓളം മന്ത്രങ്ങൾ ഉള്ളത് കൊണ്ട് ഈ മന്ത്രത്തിന് വേറൊരു പേരൂടുണ്ട്, സപ്തശതി എന്ന. സപ്തശതി, സപ്തം എന്ന് പറഞ്ഞ 7, ശതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. 7 നൂറുകൾ ചേർന്നതാണിത് എന്ന് പറയുന്നുണ്ട്. സപ്തശതി എന്ന് പറയുന്നു. നമ്മളുടെ ജീവിതത്തിലെ പല പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് വരുവാൻ ദേവീ മഹാത്മ്യം ഒരു വലിയ താങ്ങാണ്. അത്രമാത്രം പവറുള്ള ഒരു ഉത്തമമായിരിക്കുന്ന ഒന്നാണ് ദേവീ മഹാത്മ്യം. ദേവീ മഹാത്മ്യത്തിനകത്തിൽ, ദേവീ മഹാത്മ്യത്തിലേക്ക് ചെന്നെത്തുമ്പോൾ അതിന് ആചരണ രീതികൾ പലവിധം പറയുന്നുണ്ട്. അതിലൊന്നാണ് നവാംഗ രൂപേണ എന്ന് പറയും. നവാംഗ രൂപേണ എന്ന് പറയും. അതിൽ നവാംഗ രൂപേണയായിട്ട് നമുക്കത് പാരായണം ചെയ്യാം. അല്ലാതെയും നമുക്ക് ത്രയാംഗമായിട്ടും പാരായണം ചെയ്യാം. ത്രയാംഗമെന്നും നവാംഗമെന്നും 2 വിധത്തിൽ നമുക്കതിനെ ആചരിക്കാം. അപ്പോൾ ഗുരുപദേശം നമുക്ക് ത്രയാംഗമായിട്ടാണെങ്കിൽ അങ്ങനെ, നവാംഗമായിട്ടാണെങ്കിൽ അങ്ങനെ. എന്താണോ നമുക്ക് കിട്ടുന്ന ഉപദേശം അതാണ് നമ്മുടെ നിയമം. അങ്ങനെ ആകാവും. ഒരാൾ പറഞ്ഞു ത്രയാംഗമായി ജപിക്കാൻ, നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു. അപ്പോൾ ആരോ പറഞ്ഞു നവാംഗം ഗംഭീരമാകട്ടോ, എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മൾ ചെയ്തത് മുഴുവൻ തിരിഞ്ഞു. എന്താണോ നമ്മളുടെ ഗുരു ഉപദേശിക്കുന്നത്, ആരെയാണോ നമ്മളുടെ ഗുരുവായി കാണുന്നത്,
ആ ഗുരുനാഥൻ എന്താണോ പറയുന്നത് അതാണ് നമ്മളുടെ വ്യവസ്ഥ. അവിടെ വന്ന് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വഴിയിൽ നിന്ന് വേറെ വഴിക്ക് പോയാൽ നമ്മൾ ഏത് വഴിയിലോട്ട് ചെല്ലും? ഏത് വഴി ചെല്ലും? പെരുവഴി ചെല്ലും. അപ്പം അതുകൊണ്ട് ഗുരുനാഥൻ എന്താണോ പറയുന്നത് ആ ഗുരുനാഥന്റെ അടുക്കൽ അത് പൂർണ്ണമായി പരിപൂർണമായി പൂർത്തീകരിക്കണമെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞ വ്യവസ്ഥയിലേ പോകാവൂ. അതാണ് ആദ്യം ഒന്നുകിൽ ത്രയാംഗമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നവാംഗമായിട്ട് ചെയ്യാം. ത്രയാംഗം എന്ന് പറയുന്നത് 3 വിധത്തിലൂടെ 3 പടികളായി അത് ചെയ്യാം. നവാംഗം എന്ന് പറയുമ്പോൾ 7 പടികൾ 7 അംഗങ്ങളോടുകൂടി അത് ചെയ്യാം. 9 7 അല്ല 9 അംഗങ്ങളോടുകൂടി അത് ചെയ്യാം. അപ്പോൾ ഏത് വിധത്തിലാണോ നമ്മൾ അതിനെ ചിന്തിക്കപ്പെടുന്നത്, നമുക്ക് തീരുമാനം അറിയിക്കപ്പെടുന്നത്, അതുപോലെ പറയാം. അപ്പം അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നവാംഗമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, ഒരു വ്യവസ്ഥയെ പൂർണ്ണമായി ഒന്ന് പറഞ്ഞു തരാം. അതിലെ നവാംഗ രൂപം, സാധാരണ ത്രയാംഗം എന്ന് പറയുമ്പോൾ നവാക്ഷരി മന്ത്രം ജപിച്ച് ദുർഗാ സപ്തശതി ജപിച്ച് രാത്രി സൂക്തം കൂടി ജപിച്ച് തീർക്കുന്നതാണ് ത്രയാംഗം എന്ന് പറയുന്നത്. നവാംഗം എന്ന് പറയുന്നതിനെ കുറച്ചുകൂടെ വിസ്തരിച്ചിട്ടാണ്. നവാംഗ രൂപമാണ് ഏറ്റവും കൂടുതൽ ബലമുള്ളത് എന്നാണ് പറയുന്നത്. അതിലെ നവാംഗത്തിൽ ഒന്നാമത്തേതാണ് ന്യാസം എന്ന് പറയുന്നത്. ന്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നശിക്കപ്പെടേണ്ടത് എന്നാണ്. നശിക്കപ്പെടുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ, അതാത് ഭാഗങ്ങളിൽ മന്ത്രാക്ഷരങ്ങളെ നശിക്കുക എന്നുള്ളത്. പൂജ കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ തിരുമേനി ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നു. അപ്പം അതിനകത്തിലെ ഒന്നാണ് ന്യാസം എന്ന് പറയുന്നത്. അത് പല വിധത്തിലുണ്ട്. ശരീരഭാഗങ്ങളിൽ പല വിധത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഭാഗങ്ങളെ നശിക്കപ്പെടുന്നുണ്ട്. ദേവിയുടെ അവസ്ഥ അല്ലെങ്കിൽ ദേവിയുടെ ഭാവത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ബലപ്പെടുത്തുകയാണ് അത് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തേത് ന്യാസം എന്ന് പറയുന്നത്. അത് അക്ഷരങ്ങളെ കൊണ്ട് ചെയ്യുന്നതുണ്ട്, മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്നതുണ്ട്. 2 വിധത്തിലുണ്ട്. അക്ഷരങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഓം ആം നമ, ഓം ആം നമ, ഓം ഈം നമ, ഓം ഈം നമ, ഓം ഊം നമ, ഓം ഊം നമ എന്ന് പറഞ്ഞ് അക്ഷരങ്ങളെ കൊണ്ട് നശിക്കപ്പെടുന്നതുണ്ട്. അതല്ല, മന്ത്രങ്ങളെ കൊണ്ട് നശിക്കപ്പെടുന്നുണ്ട്. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ 2 കണ്ണ്, 2 മൂക്ക്, വായുടെ 2 ഭാഗങ്ങൾ, 2 ചെവി, 2 കവിളുകൾ, അങ്ങനെ ആദ്യം ശിരസ്, അങ്ങനെ തുടങ്ങിയ ഓരോ ഭാഗങ്ങളിൽ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നശിക്കപ്പെടുകയാണ്. അങ്ങനെ നശിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ മാനസികമായി നമ്മളൊരു ദേവിയായി നമ്മൾ മാറും. ഏത് ദേവതയെ നമ്മൾ പൂജിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ സ്വയം ആ ദേവതയായി നമ്മൾ മാറണം. സ്വയം ആ ദേവതയായി നമ്മൾ മാറിയെങ്കിലേ നമുക്കത് തുല്യമായി നമുക്കതൊരു ഫീലാവുക. നമ്മളല്ലെങ്കിൽ അവിടെ പോയിരുന്ന് ജപിച്ചിട്ട് നമ്മളിഞ്ഞ് പോരത്തേ ഉള്ളൂ. അതല്ല, ആ ദേവതയ്ക്ക് തുല്യമായി നമുക്ക് നിൽക്കാൻ പറ്റും. അതിനാണ് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിൽ ന്യാസാദികളെല്ലാം ചെയ്യണം എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ കൊണ്ടോ മന്ത്രങ്ങൾ കൊണ്ടോ ന്യാസം ജപിക്കും. അതിനുശേഷമാണ് രണ്ടാമത്തേതാണ് ആവാഹനം എന്ന് പറയും. ആവാഹനം എന്ന് പറയും. ആരെയാണോ ഉപാസിക്കുന്നത് ആ ദേവതയെ ഉപാസനാ പൂജ സ്വീകരിക്കുവാനായി ക്ഷണിക്കുന്നതാണ് ആവാഹനം. ഏത് ദേവതയാണോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേവിയെ പൂജിക്കുന്നത്, ഇപ്പം ദേവി മഹാത്മ്യമാണെങ്കിലും അവിടെ ഒരു ഭഗവതിയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കും. ഇപ്പോൾ തേവലശ്ശേരി ഭഗവതിയെ മനസ്സിൽ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ വരുന്നത്?
എന്താ വരുന്നത്? ദേവി രൂപം. ഏത് ദേവിയുടെ രൂപം വരും? ഏത്? ഭദ്രകാളിയുടെ രൂപം വരും. ആ ഭദ്രകാളിക്ക് എത്ര കൈയുണ്ടെന്നായിരുന്നു ഇന്നലെ ചോദിച്ചത്. അതൊന്നും അറിയത്തില്ല. കൈയില്ലാത്ത ഭഗവതിയായിട്ടേ കാണാൻ പറ്റും. തേവലശ്ശേരി ഭഗവതി വേറെ, തിരുവഞ്ചങ്കാവ് ഭഗവതി വേറെ. തിരുവഞ്ചങ്കാവിൽ ആരാ പ്രതിഷ്ഠ? ദുർഗയാണ്. അല്ലെങ്കിൽ വേറൊരു ഭദ്രകാളിയുടെ ക്ഷേത്രം എടുത്താട്ടെ, അവിടെ വേറൊരു ഭദ്രകാളിയായിരിക്കും. ഭദ്രകാളി പലയിടത്തും പലതാണ്. അപ്പൊ അത് നമ്മുടെ അമ്പലത്തിലെ ഭദ്രകാളി ഏതാണെന്നാണ് ചോദ്യം. ഇത് നമുക്കിത് പറഞ്ഞു തരാം, ഇതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഇപ്പോഴേ പറഞ്ഞു തരത്തില്ലെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തട്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷവും ഞാൻ ഈ ചോദ്യം ചോദിച്ചതാണ്. അന്നേരം എല്ലാവരും തലയെ കുലുക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ അന്വേഷിക്കണം, ആവശ്യം നിങ്ങളുടേതാണ്. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് വേണം അത് പൂർത്തീകരിക്കാൻ. അപ്പോൾ നമ്മളുടെ ഏത് ദേവതയാണോ നമ്മൾ ഉപാസിക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ക്ഷേത്രത്തിലെ ഭഗവതി ഭദ്രകാളിയായിട്ട് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഭഗവതിയെ മനസ്സിൽ സങ്കല്പിക്കാം. കാളിന്മേഘ സമപ്രഭ, കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയവളാണ്. ത്രിനയന, 3 കണ്ണുകളുള്ളവളാണ്. വേതാള കണ്ഠസ്ഥിത, വേതാളം എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പുറത്തിരിക്കുന്ന ആളാണ്. ഖഡ്ഗം, ഖേടം, കപാലം, ദാരിക ശിരസ്, വാള്, ശൂലം, പാത്രം, ദാരികന്റെ ശിരസ്, കൃത്വാ കരാഗ്രേഷു, ഇതൊക്കെ കൈകളിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഭൂതപ്രേത പിശാചു മാതൃസഹിത, ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും അമ്മയുടെ ഭാവത്തിലിരിക്കുന്നതാണ്. മുണ്ടസജ്ജാലങ്കൃത, ഇങ്ങനെ തലയോട്ടികൾ കൊണ്ടുള്ള മാല ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്. കാളിന്മേഘ സമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേട കപാലധാരിക ശിരസ്കൃത്വാ കരാഗ്രേഷുജ ഭൂതപ്രേത പിശാചു മാതൃസഹിതാം മുണ്ടസൃജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപതാം. ദുഷ്ടയായ മസൂരികാദേവിയെ, മസൂരികാദേവി ആരാണ്? വസൂരി ഉണ്ടാക്കുന്ന, വസൂരിക്കലകളെ ഉണ്ടാക്കുന്ന മസൂരികാദേവിയെ മുഖത്ത് ആഭരണമായി കൊണ്ട് നടക്കുന്ന ആളാണ്. ദുഷ്ടമസൂരികാദിപദാം സംഹാരികാം ഈശ്വരീം, എല്ലാത്തിനെയും സംഹരിക്കാനുള്ള ശക്തിയുള്ളവളായി, എല്ലാത്തിനെയും തന്നിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ കഴിവുള്ളവളായിരിക്കുന്ന ഈശ്വരിയാണ്. ഒരു നാശമില്ലാത്ത ഭഗവതിയാണ്. ഈ രൂപമാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ രൂപം മനസ്സിൽ വരും, ഇല്ലേ? ഈ രൂപം അന്നേരം നമ്മുടെ മനസ്സിൽ വരും. കാളിന്മേഘ സമപ്രഭം എങ്ങനെയിരിക്കും? ആ കാർമേഘത്തിൻ്റെ നിറത്തോടുകൂടി. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. അപ്പം അതിനൊരു ധ്യാനമുണ്ടാകും. ഏത് ദേവതയാണോ നമ്മൾ മനസ്സിൽ ഉപാസിക്കുവാനുള്ളത്, ആ ദേവതയുടെ രൂപം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇല്ലാതെ നമുക്കത് ആവാഹിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ആവാഹനാദികളാണ് ഉണ്ടാകേണ്ടത്. ഈ ആവാഹിക്കുന്നതിനെ നമ്മൾ ഉദ്ദേശിച്ച് കളയുന്നതുമാണ്. അതിനെ നമ്മളിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അതല്ലാതെ ആകാശത്ത് നിന്നൊന്നും നമ്മളിതിനെ ആവാഹിക്കുകയല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ചൈതന്യത്തിൽ നിന്നാണ് നമ്മളിതെല്ലാം ആവാഹിക്കുന്നത്. അല്ലാതെ മറ്റൊരിടത്തു നിന്നും നമുക്കിതിനെ കൊണ്ടുവരാനും പറ്റും. പിന്നെന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ഈ ശക്തിയെ, ചൈതന്യത്തെ കൊണ്ടുവരാൻ. അതിനാദ്യം നമ്മുടെ ഉള്ളിൽ ഇത് ഉണ്ടാകണം. അപ്പൊ അതാണ് രണ്ടാമത്തേത്. ആവാഹനമാണ് രണ്ടാമത്തേത്. പിന്നീട് അടുത്തതാണ് നാമാനി എന്ന് പറയും. നാമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമങ്ങൾ കൊണ്ടുള്ള ഉപാസനാമൂർത്തിയുടെ പലവിധ മന്ത്രങ്ങൾ കൊണ്ട് നമ്മളതിനെ നാമം ജപിക്കുന്നു. അല്ലെങ്കിൽ നാമങ്ങളുടെ ഉച്ചാരണത്തെയാണ് നാമാനി എന്ന് പറയുന്നത്. അടുത്തതാണ്, നാലാമത്തേതാണ് അർഗളം എന്ന് പറയുന്നത്. അർഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പണ്ട് കാലത്തുള്ള ഒരു കാര്യമാണ്, ഇപ്പം അതില്ല. സാക്ഷ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? സാക്ഷ അറിയത്തില്ലേ? സാക്ഷ ഇടാൻ പറയത്തില്ലേ? ഇപ്പം സാക്ഷ എന്ന് പറയുന്നതാണ് അർഗളം എന്ന വാക്കിൻ്റെ അർത്ഥം. തടസ്സമായി നിൽക്കുന്ന ഊർജത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഒഴിവാക്കുകയാണ് അർഗള ജപം. അർഗള സ്തോത്രം സ്ഥിരമായി നമ്മൾ അർഗള സ്തോത്രം മാത്രം
സ്ഥിരമായി നമ്മൾ ജപിക്കുകയാണ് എങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് എനർജി അങ്ങ് മാറും. നമ്മളിലൊരു പോസിറ്റീവായിട്ടൊരു എനർജി നമുക്ക് വരും. അപ്പൊ അതിന് അർഗള സ്തോത്രം വളരെ വിശേഷമാണ് എന്നാണ്. സ്ഥിരമായി അർഗള സ്തോത്രം ജപിച്ചാൽ മതി. നമ്മൾ പറയത്തില്ലേ, നമുക്കൊരു ഉഷാറില്ലെന്ന് നമ്മൾ ആളിനെ കണ്ടാൽ തോന്നി എപ്പോഴും അങ്ങ് വയ്യ, അല്ലെങ്കിൽ എപ്പോഴും അങ്ങ് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് തന്നെ തോന്നുന്നില്ലേ എപ്പോഴും കണ്ട്. ചിലരെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഒരാൾക്ക് തന്നെ എന്തെല്ലാം ബഹളവും പ്രശ്നം ഉണ്ടാകുന്ന ഇതൊന്നും ആളിനെ ബാധിച്ചു. പുള്ളി ഇങ്ങനെ സന്തോഷമായി ചിരിച്ച് കളിച്ച് ഈ ഒരു പോസിറ്റീവ് എനർജി ഇത് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ ഈ അർഗള സ്തോത്രത്തിന് സാധ്യമാകും. നമ്മളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവയെല്ലാം മാറ്റിയെടുക്കുവാൻ ഈ അർഗള സ്തോത്രത്തിന് സാധിക്കുമെന്നാണ്. അങ്ങനെ അർഗള സ്തോത്രം നന്നായി ജപിക്കണം. ഇത് ഏത് ജപിച്ചാലും ഇതെന്താണ് ജപിക്കുന്നതെന്ന് നമ്മളറിയണം. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥമെന്നുകൂടി നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടുന്നില്ല. ഇപ്പം ഈ അർഗള സ്തോത്രം എന്ന് പറയുന്നത് സാക്ഷ പോലെയാണ്. അപ്പം അതിനെ നമുക്ക് ഒന്ന് തുറന്നു വിടണമെങ്കിൽ എന്തുണ്ടാകണം? ഈ മന്ത്രം ജപിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. അത് അത്രയും നന്നായിട്ട് മനസ്സിലാക്കി ഇത് ഇന്നതിനാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉത്തമമായിരിക്കുന്ന ബോധ്യമുണ്ടായെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്നത് പോവുകയുള്ളൂ. അത് നമ്മൾ കൂടി അതിന് തീരുമാനിക്കണം. എന്നിൽ നിന്നും പോസിറ്റീവായിരിക്കുന്ന ഒരു എനർജി നിലനിർത്തിക്കൊണ്ട് നെഗറ്റീവായിരിക്കുന്ന ഒരു എനർജിയെ കളയണം. അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ പോലെ അമ്പലത്തിൽ വന്ന് തൊഴണമെന്ന് പറയുന്നത്. കാരണം പോസിറ്റീവായിട്ടുള്ള എനർജി അധികമുള്ള ക്ഷേത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാറ്റമാണ്. നമ്മൾ പറയുമല്ലോ, പുറത്തുനിന്ന് വന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയാണ്. ഇപ്പം നമുക്കൊരു നല്ല മാറ്റമാണ്. അപ്പം അകത്തിരുന്ന് ജപിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടുതലാണ്. അപ്പോൾ ഈ കീലകമന്ത്രമൊക്കെയാണ്, അർഗളസ്തോത്രമൊക്കെ ആണെങ്കിലും രാവിലെ തൊഴാൻ വരുമ്പോൾ ഇവിടെ വന്നിരുന്ന് തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് സ്വസ്ഥമായി അവിടെ മാറിയിരുന്ന് അർഗളസ്തോത്രം ഇരുന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് സമയം ഇരുന്ന് നമുക്ക് സ്ഥിരമായി ജപിക്കാവുന്നതാണ്. എപ്പോൾ ജപിക്കുമ്പോഴും എനിക്കിത് കാണാതെ അറിയാമെന്ന് വിചാരിച്ച് കാണാതെ മാത്രം ഇരുന്ന് ജപിക്കരുത്. എപ്പോഴും ഗ്രന്ഥം നോക്കി ചെയ്യാം. കാരണം നമ്മൾ കാണാതെ ജപിക്കുന്ന സമയത്ത് ഒരു വലിയ ശബ്ദമുണ്ടായാൽ നമ്മുടെ ശ്രദ്ധ മാറും. ആ മനസ്സിൻ്റെ ശ്രദ്ധയെ കളയാതെ ഇരിക്കാൻ പ്രത്യേകം നമ്മൾ സുരക്ഷിതമായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പം നാലാമത്തേതാണ് എന്ത്? അർഗളം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ന്യാസം, രണ്ടാമത്തെ ആവാഹനം, മൂന്നാമത്തെ നാമാനി, നാലാമത്തെ അർഗളം, അഞ്ചാമത്തേതാണ് കീലകം എന്ന് പറയും. അഞ്ചാമത്തേതാണ് കീലകം. കീലകം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അത് ആണി എന്നാണ്. കീലകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണി എന്നാണ് പറയുന്നത്. നമ്മളുടെ പാപ ശാപശക്തികൾ നമ്മുടെ നല്ല കർമ്മങ്ങളെയും ഫലങ്ങളെയും ആണിയാൽ ഉറപ്പിക്കുന്നത് പോലെ അത് തടയും. അതിനാലാണ് തടസ്സങ്ങളെ നീക്കുവാൻ തടസ്സങ്ങളെ കീലകങ്ങളെന്ന് വിളിക്കുന്നത്. തടസ്സങ്ങളാണ് എന്ന് പറയും, ഇതൊരു തടസ്സമാണ് എന്ന് പറയും. അപ്പോൾ നമ്മളായി ചെയ്യപ്പെടുന്ന നമ്മളിലുള്ള പാപങ്ങളുടെയും ശാപങ്ങളുടെയും ഒക്കെ ശക്തിയെ ഇല്ലാതാക്കുവാൻ നമുക്ക് എന്തുണ്ടാകണം? ഈ കീലക ജപം, കീലക സ്തോത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആ കീലക സ്തോത്രം സ്ഥിരമായിട്ട് ജപിച്ചാൽ നമ്മളിലുള്ള ശാപ പാപ ദോഷങ്ങൾ അത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതാണ് അപ്പം കീലകം. അഞ്ചാമത്തേതാണ് കീലകം എന്ന് പറയുന്നത്. അതുകൊണ്ട് കീലകമന്ത്രം എന്ന് പറയുന്നത് ഒരു വലിയ പവറുള്ളതാണ്. അർഗള സ്തോത്രത്തെക്കാട്ടിലും കീലക സ്തോത്രത്തിന് കുറച്ചുകൂടി ഒരു ബലം കൂടുതലാണെന്നാണ്.
അപ്പോൾ ആ ബലത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. കീലക സ്തോത്രം എന്നത് അടുത്തതാണ്. അഞ്ചാമത്തേതാണ് കീലകമെങ്കിൽ ആറാമത്തേതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഹൃദയം എന്ന് പറയുന്നത്. ഈ ഹൃദയം എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഏറ്റവും അന്തരത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ വസിക്കപ്പെടുന്ന ഭാഗത്തിന് ഹൃദയം എന്ന് പറയും. പിന്നെ അതോടൊപ്പം തന്നെ ഏഴാമത്തേതാണ് ദളം എന്ന് പറയുന്നത്. ദളം എന്ന് പറഞ്ഞാൽ ധനനം ചെയ്യുന്നതാണ് ദളം. സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു എന്ന അർത്ഥമാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെയാണ് ധ്യാനം. ധ്യാനം എന്ന് പറയുന്നതാണ് എട്ടാമത്തേത്. അത് ഏത് ദേവതയാണോ നമ്മൾ ധ്യാനിക്കേണ്ടത് ആ ദേവതയെ നന്നായി നമുക്ക് ധ്യാനിക്കാൻ അതിലൂടെ സാധിക്കണം. അടുത്തത് ഒൻപതാമത്തേതാണ് കവചം എന്ന് പറയുന്നത്. ഒൻപതാമത്തേതാണ് കവചം എന്ന് പറയുന്നത്. കവചം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാമല്ലോ, ഒരു സുരക്ഷിതത്വമാണ്. എല്ലാ ദേവതകൾക്കും ഉണ്ട് കവചമന്ത്രങ്ങൾ. ശിവകവചമുണ്ട്, വിഷ്ണു കവചമുണ്ട്, ദേവീ കവചമുണ്ട്. അങ്ങനെ എല്ലാ ദേവതക്കും സുബ്രഹ്മണ്യ കവചമുണ്ട്, അയ്യപ്പ കവചമുണ്ട്, ശാസ്ത്ര കവചമുണ്ട്. അങ്ങനെ എല്ലാ ദേവതകൾക്കും കവചമന്ത്രങ്ങളുണ്ട്. ഒരല്പമേ ഉള്ളത്, എന്നാലും ഒരു 5 മിനിറ്റ് നേരം ജപിക്കാനുണ്ടാകും. അത് നമ്മളിപ്പോഴും ആ പഴയ മന്ത്രങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കുന്നവരാണ്. ശിവന്റെ അമ്പലത്തിൽ ചെന്നാൽ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം കൂടി വന്നു, അല്ലെങ്കിൽ നമ്മൾ നമശിവായ ചോദിച്ച് പറഞ്ഞു പോകുന്നവരാണ്. അങ്ങനെയല്ല. നമ്മളൊരു ശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്പസമയം അവിടെ ഇരുന്ന് ജപിക്കാവുന്ന ഒരു ഗ്രന്ഥം നമ്മൾ ഒരല്പസമയം നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചു ഏതെങ്കിലും സൗകര്യപ്രദമായ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് മാറിയിരുന്നു. ഇപ്പം അകത്തിരുന്നേ ജപിക്കാവുന്നൊന്നുമില്ല. ഇപ്പം ഇവിടെയാണെങ്കിൽ പോലും അകത്തിരുന്നേ ജപിക്കാവുന്നൊന്നുമില്ല. സ്വസ്ഥമായിട്ടൊരു കസേരയിട്ട് മാറിയിരുന്നു. അപ്പം അന്നേരം തെക്കോട്ടാന്ന് ഇരിക്കുന്നത്, വടക്കോട്ടാന്ന് ഇരിക്കുന്നത്, കിഴക്കോട്ടാന്ന്, ഇതൊന്നും നമ്മൾ അങ്ങനെ ഈ ക്ഷേത്രത്തിനകത്ത് അങ്ങനെ തെക്കും കിഴക്കും ഒന്നുമില്ല. ഭഗവതിയാണ് ഇവിടെ പ്രധാനം. ഭഗവതി ഉള്ളിടത്ത് പിന്നെ തെക്കും കിഴക്കും പടിഞ്ഞാറും ഇവിടെ ഒന്നും ചെയ്യില്ല. പിന്നെന്താണ് ചെയ്യുമ്പോൾ നമ്മൾ ഭഗവതിയുടെ മുമ്പിൽ ഭഗവതിയെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഭഗവതിയെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ദോഷവും ഉണ്ടാകും. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അതാത് ക്ഷേത്രത്തിലെ ദേവതയെ ഉപാസിക്കുവാൻ, അതാത് ദേവതയെ പ്രത്യേകമായി ജപിക്കാൻ അതിന് ഏറ്റവും നല്ലൊരു മന്ത്രമാണ് കവചമന്ത്രം. അപ്പം ഈ കവചമന്ത്രങ്ങൾ അതൊരു കവചം തന്നെയാണ്. നമുക്ക് അതാത് ദിവസം അതാത് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ, ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഏത് ശിവക്ഷേത്രത്തിൽ ചെന്നാലും ശിവകവച മന്ത്രം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ആ ദേവതയുടെ ഫലവും ബലവും അത് ആ മന്ത്രത്തിൻ്റെ അർത്ഥം വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത് ഇത്രമാത്രം പ്രാധാന്യമുള്ളതാണല്ലോ, ഇതാണല്ലോ ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടാണ്. അപ്പോൾ ഈ കവചമന്ത്രം നമുക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ 9 കൂട്ടം കാര്യങ്ങളിലൂടെ വേണം ദേവീ മഹാത്മ്യം നമ്മൾ ജപിക്കാൻ. അതിലേറ്റവും പ്രധാനമാണ് ഈ ദേവീ മഹാത്മ്യം ജപിക്കുമ്പോൾ ഗുരുനാഥനൊരു ഉപദേശമായി ഒരു മന്ത്രം തരും. അത് ഏറ്റവും കൂടുതൽ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നത് എന്താണ്? നവാക്ഷരി മന്ത്രമായിരിക്കും ഒരു ഉപാസനയ്ക്കായിട്ട് ജപിക്കാനായി കൊടുക്കുന്നത്. നവാക്ഷരി മന്ത്രം ജപിച്ച് നമുക്കൊരു ഉറപ്പ് വരുത്തിയിട്ട് ദേവീ മഹാത്മ്യം എടുത്ത് ജപിക്കാവൂ. നവാക്ഷരി മന്ത്രം ഒന്ന് ജപിച്ച് ഉറപ്പ് വരുത്തണം. അത്ര ബലമുള്ളതാണ് നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. ഈ ദേവീ ഭാഗവത യജ്ഞത്തിലൊക്കെ നവാക്ഷരി ഹോമമൊക്കെ ഉള്ളതാണ്. ഇവിടെ ഗണപതി ഹോമത്തിന് തന്നെ നമ്മൾ 2 പേരെ 4 പേരെ കിട്ടുന്ന പാട് നമുക്കറിയാം. അതുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത്. നവാക്ഷരി ഹോമവും ധാരാഹോമവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് കൂടുതലൊന്നും ഞാൻ ഒത്തിരി അങ്ങ് വിശദീകരിപ്പിക്കാൻ പോകാത്തത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നവാക്ഷരി മന്ത്രം എത്രയാണോ അത് ഗുരുനാഥൻ പറയുന്ന ഒരു സംഖ്യയുണ്ട്.
ആ പറയുന്ന സംഖ്യ ജപിച്ച് അതൊരു പൂർത്തീകരിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ, ആ ദേവി മഹാത്മ്യം നമുക്ക് എന്നിട്ടേ തരത്തുള്ളൂ, ആ പുസ്തകം എന്നിട്ടേ തരികയുള്ളൂ. ഇത് ഒരു വ്യവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ. പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈനിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് പലരും. അന്നേരം ഇത് നവാംഗമാണോ ത്രയാംഗമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും പറയാൻ എനിക്കറിയില്ല. അത് ഒരു ദിവസം അങ്ങ് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. അതുകൊണ്ട് ഓഡിയോ ക്ലാസ്സായിട്ട് അയച്ചു തരും. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും ഒക്കെ ഇരുന്ന് കേട്ടങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പഠിച്ചങ്ങ് തീർക്കണമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ലെന്നുള്ളതൊന്ന് അറിഞ്ഞുകൊള്ളണം. ഇത് പഠിക്കേണ്ടത് ഇത് ആർക്കും ആവശ്യമില്ല. ആർക്കേ ഉള്ള ആവശ്യം? നമുക്കേ ഉള്ളൂ ഇത് ആവശ്യം. ഈ കവചമൊക്കെ ആർക്ക് വേണം? റോഡിൽ കൂടെ പോകുന്നവർക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കാണിത് ആവശ്യം. അപ്പോൾ ഈ ആവശ്യമുള്ള കാര്യം നമുക്ക് വേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി ഇച്ഛേ നമ. ഇതാണ് നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ നമയുണ്ടോ? അല്ല, പറയുമ്പോൾ നമ എന്ന് പറഞ്ഞതാണ്. വിച്ഛേയ് നമ എന്ന് പറയുമ്പോൾ അതിനെ നമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുമ്പോൾ പഞ്ചാക്ഷരിക്കകത്ത് ഓം കൂട്ടാൻ പറ്റുമോ കൂട്ടാൻ പറ്റത്തില്ലയോ എന്നുള്ളത്. എന്നാൽ ഷോഡശാക്ഷരി മന്ത്രം എടുക്കാവുന്നുണ്ടെങ്കിൽ ഓം ചേർത്ത് വേണം ചെല്ലാൻ. ശിവൻ ഓം ഇല്ല, ഓം ചേർക്കത്തില്ലെന്നും പറയും. ഇവിടെ പ്രത് ഓം ചേർക്കും എന്ന് പറയാം എന്ന് പറഞ്ഞ പോലെയേ ഉള്ളൂ. നമ്മളുടെ അതാ ഞാൻ പറഞ്ഞത്, ഓരോ വ്യവസ്ഥകളുടെ രീതികൾ പറഞ്ഞതാണ്. നമാന്തമായി ജപിക്കപ്പെടണമെന്നാണ്. അക്ഷരം മാറിപ്പോകുന്നു. അത് ഞാനതാ ടീച്ചറെ പറഞ്ഞത്. ഇതെല്ലാം ഓരോ വ്യവസ്ഥകളാണെന്നാണ് പറയുന്നത്. നമ്മൾ എൻ്റെ ഭദ്രകാളി എന്ന് പറയുന്നു. ഇതാരാണ് ഭദ്രകാളി? ആ ഭദ്രകാളിയെ ഞാൻ നമിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ക്രിയയാണ്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേയ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു മന്ത്രം പറയുമ്പോൾ നമാന്തമായി മന്ത്രം ജപിക്കണമെന്നും സ്വാഹാന്തമായി ഹോമിക്കണമെന്നും വ്യവസ്ഥയാണ്. നമാന്തമായി ജപിക്കണമെന്നും സ്വാഹാന്തമായി ഹോമിക്കണമെന്നും. അത് ജപിക്കുമ്പോൾ നമാന്തമായി ജപിക്കാമെന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ജനത പറഞ്ഞത് എന്താണോ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് നമ്മ ചെല്ലണമെന്നല്ല. അതെന്താണോ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് അണുവിട വിടാതെ നമ്മൾ ജപിക്കണം. കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അറിഞ്ഞിരിക്കണം നമ്മളെന്താ. ഇപ്പം നമാന്തമായി ജപിക്കണം മന്ത്രങ്ങളെല്ലാം. ഓം ഗംഗണപതേ ഓം ഗംഗണപതേ എന്നല്ല പറയുന്നത്. ഓം ഗംഗണപതേ നമ. അല്ലയോ ഗണപതി ഭഗവാനെ, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു നമിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ക്രിയയാണ് നമ്മൾ പറയുന്നത് നമ എന്ന് പറയുന്നത്. ഹോമിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാഹാന്തമായി ഹോമിക്കണം. സ്വാഹാന്തമായിട്ടേ ഹോമിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ നമാന്തമായിട്ട് ഹോമിക്കാൻ പറ്റുകയില്ല. ഇപ്പം നമശിവായ പഞ്ചാക്ഷരി ഹോമം നടക്കുമ്പോൾ ഓം നമശിവായ സ്വാഹ എന്ന് തന്നെയാണ് ഹോമം. അപ്പോൾ അന്നേരം നമ ചേർക്കുക തന്നെ വേണം. പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് നമ ശിവായ എന്ന് തന്നെ. അപ്പം അങ്ങനെ നവാക്ഷരി മന്ത്രം നമ്മൾ ജപിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് പറയുക. പിന്നെ നവാക്ഷരി മന്ത്രം എത്ര പ്രാവശ്യം ജപിക്കുന്നുവോ അത്രയും പ്രാവശ്യം. ഇപ്പം നവാക്ഷരി മന്ത്രം നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെന്നിരുന്നാണെങ്കിലും ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. എത്രത്തോളം ജപിക്കാമോ അത്രത്തോളം നവാക്ഷരി പൂജകളൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ പണ്ട് കൊല്ലത്തൊരാളുണ്ടായിരുന്നു, പുതിയകാവ് മാമി എന്ന് പറയുന്ന ഒരു ആചാര്യ. ആ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നവാക്ഷരി പൂജ നടക്കുമായിരുന്നു. നവാക്ഷരി മന്ത്രം കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സർവൈശ്വര്യ പൂജ പോലെ നവാക്ഷരി മന്ത്രവും ലളിതാ സഹസ്രനാമം ജപിച്ചതിന് ശേഷം നവാക്ഷരി മന്ത്രം കൊണ്ട് പൂജ നടത്തുമായിരുന്നു. അത് വളരെ വലിയ, ഏകദേശം 10,000-8,000 പേരായിരുന്നു ആ മാലുമേൽ ക്ഷേത്രത്തിൽ തന്നെ
നടക്കുന്ന പുതിയാവ് ക്ഷേത്രത്തിലും മാലുമേൽ ക്ഷേത്രത്തിലുമൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ ആള് മരിച്ചുപോയി. പിന്നെ അതിനുശേഷം പിന്നീട് വന്നവരാരും അത് അത്ര കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്ത് അതിൻ്റെ ഭാഗമായി മാറപ്പെട്ടാൽ നമുക്കൊരു നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് ദേവീ മഹാത്മ്യം ഒരു വലിയ ശക്തിയാണ്, ഒരു വലിയ മാറ്റമാണ് എന്നുള്ളത്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നന്നായി നമ്മൾ പഠിക്കുകയാദ്യം. ജപിക്കുന്നത് പിന്നീടാണ്, ആദ്യം അത് നന്നായി പഠിക്കുക. അതെങ്ങനെയാണോ തനിക്ക് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ഗുണകരമായിട്ട്, മന്ത്രങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമുക്ക് ഗുണകരമായിട്ടേ വന്ന് ഭവിക്കുകയുള്ളൂ. പക്ഷെ ഇവയെല്ലാം നന്നായി പഠിച്ച് മനസ്സിലാക്കിയെങ്കിലേ അവ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ഭഗവാന്മാരെയൊക്കെ ഭയന്നോണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ ആരാണ് ഭഗവാൻ എന്നും ആരാണ് ഭഗവതി എന്നും നന്നായി നമുക്ക് മനസ്സിലായാൽ നമുക്ക് ഇവരോട് ആരോടും ഒരു ഭയം തോന്നില്ല. അത്രമാത്രം പ്രത്യേകതയുള്ളതാണ് ഇവരോരോരുത്തരും. അപ്പം അതുകൊണ്ട് ഇതൊരു ദേവീ മഹാത്മ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വിഷയം ഒന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ശുംഭനെയൊക്കെ മനുഷ്യനെയൊക്കെ കൊല്ലേണ്ട ദിവസങ്ങളാണ്. അതൊക്കെ പറഞ്ഞങ്ങ് ഒരുപാട് പ്രാവശ്യങ്ങളാകുന്നു. ഇതെല്ലാം ഈ കൊന്നു കളയുന്നതിനെ, തല്ലിക്കളയുന്നതിനെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇന്ന് ശ്രീമദ് ദേവീ മഹാത്മ്യത്തിൻ്റെ, ദേവീ ഭാഗവത യജ്ഞത്തിൻ്റെ 4ാം ദിവസമാണ്. ഈ 4ാം ദിവസത്തെ വഴിപാടുകളൊക്കെ സമർപ്പിക്കപ്പെട്ടത്, പൂജകളൊക്കെ വഴിപാടായി സമർപ്പിക്കപ്പെട്ടത് ശ്രീ സഞ്ജു ചാലായിക്കര. ചുറ്റുവിളക്ക് വഴിപാടായി സമർപ്പിക്കപ്പെട്ടത് ആറന്മുള ലക്ഷ്മി സ്ഥാനത്തിൽ ശ്രീ സോമരാജൻ, ശുഭ ചിത്തിര. ഇന്നത്തെ നിത്യപൂജയും ചെയ്യുന്നത് ആറന്മുള ലക്ഷ്മി സ്ഥാനത്തിൽ ശ്രീ സോമരാജൻ അവറുകളാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ അന്നദാനം വഴിപാടായി സമർപ്പിക്കപ്പെടുന്ന ആത്മിക നമ്പൂരക്കൽ, പ്രസന്നകുമാർ ചാലായിക്കര, ജമിനി കൊടിയിട്ട കാലായിൽ പുല്ലാട്, പ്രസന്നകുമാർ മുളവൂർ, ശ്രീ ജയകൃഷ്ണൻ ആൻഡ് ഹരികൃഷ്ണൻ തേന്മോട്ടിൽ, രാഹിൽ ഐക്യര ചിറയിറമ്പ്, അനന്തു പഴഞ്ഞിയിൽ കോഴഞ്ചേരി, അജയ് കാഞ്ഞിരക്കോട്ട്, ആദിത്യ കാഞ്ഞിരക്കോട്ട്. ഇത്രയും അംഗങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദാരിദ്ര്യ ദഹന സ്തോത്രം നമുക്ക് ജപിക്കാം. ദേവി മഹാത്മ്യത്തിൻ്റെ അടുത്ത ഭാഗം എടുക്കണമെങ്കിൽ അത് പുതിയൊരു വിഷയമാണ്. അപ്പം അത് തുടങ്ങിയാൽ അത് തീർക്കണം. ഇപ്പം തുടങ്ങിയ ബാക്കിയും കൊണ്ട് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുത്ത് പറയാതെ ഇതിലേക്ക് പോയത്. ദാരിദ്ര്യദഹന സ്തോത്രം നമുക്ക് ജപിക്കാം. വിശ്വേശ് കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ടായിരുന്നു ദേവീ മഹാത്മ്യം നിങ്ങളെല്ലാവരും പഠിക്കണം ഇല്ല പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇപ്രാവശ്യം നമുക്ക് ദേവീ മഹാത്മ്യം തന്നെ യജ്ഞരൂപേണയും കൂടെ ചെയ്യണമെന്ന് ഇല്ല, അതും പറഞ്ഞില്ലായിരുന്നു? അതും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു ഒന്നും ഒത്തില്ലെങ്കിലും നിങ്ങൾ ഈ 11ാമത്തെ അധ്യായമെങ്കിലും ഇവിടെ വന്നിരുന്ന് ജപിക്കണേ എന്ന്. പിന്നെ ഞങ്ങളിതൊക്കെ ഇച്ചിരി അനുസരണയുള്ളതായതുകൊണ്ട് ഞങ്ങളിതൊക്കെ അങ്ങ് അക്ഷരം പ്രതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പകുതി പേര് പോലും ഇപ്രാവശ്യമില്ല. നമ്മളെല്ലായിടത്തും എല്ലാവരെയും ചെന്ന് വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല. മാറ്റങ്ങൾ ഉണ്ടാകപ്പെടണം. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തപ്പെടണം.
എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടി മെച്ചമായിട്ടും ബലമായിട്ടും ചെയ്യപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്രാവശ്യവും നമ്മൾ പറയുകയാണ്, നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ഇത് പഠിക്കാൻ പറയുക. ആരെങ്കിലും 10 പേരോട് പറയുമ്പോൾ ഒരാളെങ്കിലും പഠിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് പഠിക്കട്ടെ, ഇത് നന്നായി ജപിക്കട്ടെ. പഠിച്ചാലും പഠിച്ചില്ലേലും എനിക്കൊന്നുമില്ല എന്നല്ല ചിന്തിക്കുന്ന, പഠിക്കുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി. അപ്പോൾ പഠിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് ആ ദാരിദ്ര്യ സ്തോത്രം ജപിക്കാം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഗൗരീപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുഹൃത്യകായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ചർമാംബരായ ശവഭസ്മവിലേപനായ ഭാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വരവാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ
ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീം. അന്നവും വസ്ത്രവും ഒന്നും മുട്ടാതെ എല്ലാം നമുക്ക് നൽകുന്ന ഈശ്വരൻ വീണ്ടും വീണ്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നും എപ്പോഴും നൽകണമേ എന്ന് നന്നായിട്ട് ഭഗവതിയോട് ഭഗവാനോടായിട്ട് പ്രാർത്ഥിക്കും. ഇന്നത്തെ ദിവസം ഇന്ന് വഴിപാടുകൾ സമർപ്പിക്കപ്പെട്ട എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടാണ് വിദ്യാരാജ്ഞി പൂജ, വൈകിട്ട് 7 മണിക്കാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അവരവർ പഠിക്കുന്ന പുസ്തകം, പേന, 2 ദൂഷനില, പൂക്കളം ഇത്രയായിട്ട് വേണം വരാൻ. വിളക്കും ഒന്നും കൊണ്ടുവരണ്ട, ഇത്രയും കൂട്ടം കാര്യങ്ങൾ കൊണ്ടുവേണം വരേണ്ടത്. അപ്പോൾ അതിനെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും.